Krishna Hare 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 Rama Ram Ram Rama Hare 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 Krishna Hare Hare Rama 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 Hare 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 Krishna 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 Hare 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 Ram Rama Hare 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 Krishna 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 Hare 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 Ram Rama Hare 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 Krishna 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 Hare 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 Ram Rama Hare 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 Krishna 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 Hare 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 Ram Rama Hare 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 Krishna Krishna Hare 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 Ram Rama Hare 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 Krishna Krishna Hare 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 Ram Rama Hare 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 Krishna Krishna Hare 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 Rama Hare Hare Krishna Krishna Hare 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 Ram Rama Hare 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 Krishna ശ്രീ രാധാ ഗോവിന്ദ മന്ദിര ശ്രീമദ്ഭാഗം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓമജ്ഞാനതിമിരാന്തസ്യാനനാശനാശരാഗേ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേദം ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സുപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സകൃജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദ സഗണലളിതാം ശ്രീവിശാഖാന്വിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ വാഞ്ചകൽപതരൂപശ കൃപാ സിന്ധുഭ്യേവ ചാപതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താജ്ഞാനമാമി ഭക്തശക്തി നിത്യാനന്ദമഹനൗമി സർവാനന്ദകരം പരം ഹരിനാമപ്രദം ദേവം അവധൂത ശിരോമണി നമോ മഹാവതിന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരതിഷേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ ശ്രീ പ്രഭുപാദ് കി ജയ. ഗുരു മഹാരാജ് കി ജയ. നിതായ ഗൗരപ്രേമാനന്ദേ ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരു മന്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദ നമസ്തുതേ. ഗ്രന്ഥായ ശ്രീമദ് ഭാഗവതം കി ജയ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 20-ാം അധ്യായം ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. തയോ സംവദോ സൂദാ പ്രവൃത്യാഃ മലകതഃ ആപോ ഗംഗാ ഇവാഗ്നിർഹരേ പാദാംബുജാശ്രയാ. തയോ സംവദോ സൂദാ പ്രവൃത്യാഃ മലാകദഃ ആപോ ഗംഗാ ഇവാംഗാനിർഹരേ പാദാംബുജാശ്രയഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തയോ സംവദോ സൂദാ പ്രവൃത്യാഃ മലാകദഃ തയോ അപോ ഗംഗാ ഇവാഗ്നിർഹരേ പാദാംബുജാശ്രയഃ. തയോ സംവദോ സൂദാ പ്രവൃത്യാഃ മലാകദഃ
तयो संवदतो सुधा प्रवृत्ता ह्यमला कथा आपो गंगा इवांगनीर हरे पादाम्बुजाश्रयः आओ गंगा हरे कृष्ण प्रभुजी। हरे कृष्ण ഒരാളെ ജയ മാതാജി ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी। हरे ओम कृष्ण. नमो भगवते वासुदेवाय। तयो संवदतो सूत प्रवृत्ता हिमला कथाः आपो गंगा इवाग्निर् हरेर्पादाम्बुजाश्रयाः। हरे कृष्णा. हरे कृष्ण. सीतारामन माताजी हरे कृष्ण. हरे कृष्ण प्रभुजी। चलिए. ओम नमो भगवते वासुदेवाय। तयो संवदतो सूता प्रवृत्ता हिमला कथाः आपो गंगा इवाग्निर् हरे पादाम्बुजाश्रयः। हरे कृष्ण प्रभुजी। हरे कृष्ण. सिंधु माताजी हरे कृष्ण माताजी. हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। तयो संवदतो सूदा प्रवृत्ता हिमला कदाः आबो गंगा इवाग्निर् हरे पादाम्बुजाश्रयः। हरे कृष्ण प्रभु जी। हरे कृष्ण. रमणी माताजी चलो. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ മാതാജി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ അതെ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തയോ സംവദതോ സുധാ പ്രവർത്താ ഹൃമലാ കഥാ ആപോ ഗംഗോ ഇവാഗ്നിർ ഹരേ പാദാംബുജാശ്രയ. ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രേവനിത ദേവദാസ് മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തയോ സംവദതോ സുധാ പ്രവൃത്താ ഹ്യമലാ കഥാ ആപോ ഗംഗാ ഇവാഗ്നിർ ഹരേ പാദാംബുജാശ്രയാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. हरे कृष्ण. मालती माताजी हरे कृष्ण माताजी. हरे कृष्ण प्रभु जी। चलिए. हरे कृष्ण. ओम नमो भगवते वासुदेवाय। तयो संवदतो सुधा प्रवृत्ता ह्यमला कथा आबो गंगा इवाग्निर् हरे पादाम्बुजाश्रया। हरे कृष्ण प्रभु जी। हरे कृष्ण. पंकजाक्षी माताजी जॉलीगुड माताजी हरे कृष्ण. हरे कृष्ण प्रभुजी। चलिए. ओम नमो भगवते वासुदेवाय। तयो संवदतो सूदा प्रवृत्ता हिमला कथाः आबो गंगा इवाग्निर् हरे पादाम्बुजाश्रया। हरे कृष्ण प्रभुजी। हरे कृष्ण. शारदा शिवपासना देवदास माताजी चलिए. हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। तयो संवादतो सूदा प्रवृत्ता हिमला कदा आबो गंगा इवाग्निर् हरे पादाम्बुजाश्रयाः. हरे कृष्ण प्रभु जी. हरे कृष्ण माताजी. ओके. स्वर्णप्रभा माताजी हरे कृष्ण माताजी. हरे कृष्ण प्रभु जी। चलिए. ओम नमो भगवते वासुदेवाय। तयो संवदतो सूदा प्रवृत्ता हिमला कथाः आपो गंगा इवाग्निर् हरे पादाम्बुजाश्रयाः. हरे कृष्ण प्रभु जी। हरे कृष्ण माताजी. रंगमणि माताजी हरे कृष्ण माताजी. हरे कृष्णा प्रभु जी। चलिए. ओम नमो भगवते वासुदेवाय। तयो संवदतो सूदा प्रवृत्ता ह्यमला कदाः आबो गंगा इवाग्निर् हरो पादाम्बुजाश्रयाः. हरे कृष्णा. हरे कृष्ण माताजी. हरे कृष्ण प्रभु जी। हाँ चलिए. हरे कृष्ण. ओम नमो भगवते वासुदेवाय। तयो संवादतो सुधा प्रवृत्ता हिमला कदाः आबो गंगा इवाग्निर् हरे पादाम्बुजाश्रयाः. हरे कृष्ण प्रभु जी। प्रणाम प्रभु जी. हरे कृष्ण. शर्मिला माताजी हरे कृष्ण माताजी. हरे कृष्ण प्रभु जी प्रणामम. ओम नमो भगवते वासुदेवाय. तयो संवदतो सूदा प्रवृत्ता हिमला कथाः आबो गंगा इवाग्निर्
हरेर्पादाम्बुजाश्रयः हरे कृष्ण प्रभुजी। हरे कृष्ण। भानुप्रति माताजी हरे कृष्ण जी। हरे कृष्णा प्रभु जी। वेरी गुड। ओम नमो भगवते वासुदेवाय तयो संपदतो सूता प्रवृत्ता ह्यमलाकथाः आपो गंगा जवाग्निर्हरे पादाम्बुजाश्रयाः। हरे कृष्णा प्रभु जी। हरे कृष्ण माताजी। विजयनारायण माताजी हरे हरे कृष्ण। कृष्णा प्रभु जी। हरे हरे कृष्णा। कृष्ण। ओम नमो भगवते वासुदेवाय तयो संवदतो सूदा प्रवृत्ता ह्यमलाकथाः आबो गंगा इवाग्निर् हरे पादाम्बुजाश्रयाः। हरे कृष्णा प्रभु जी। हरे कृष्ण माताजी। रामेंद्र प्रभु हरे कृष्ण प्रभु। ओम नमो भगवते वासुदेवाय तयो पदतो सूदा प्रवर्ता हिमलाकदाः आपो गंगा इवाग्निर्हरे पादाम्बुजाश्रयाः। हरे कृष्ण। हरे कृष्ण प्रभु। अलसलाम माताजी हरे कृष्ण माताजी। चलिए करो। हरे कृष्ण। प्रभुजी। हरे कृष्ण। ओम नमो भगवते वासुदेवाय तयो संवदो सूदा प्रवृत्ता ह्यमलाकदा आबो गाम् इवाग्निर् हरे पादाम्बुजाश्रयाः। हरे कृष्णा प्रभुजी। हरे कृष्ण माताजी। हरे भारतीय माताजी हरे कृष्ण माताजी। हरे कृष्णा प्रभु जी। चलिए करो। ओम नमो भगवते वासुदेवाय तयो संवदतो कथाः ये पादाम्बुजाश्रयाः। हरे कृष्ण माताजी। कृष्ण माताजी। चलिए करो। हरे हरे कृष्ण प्रभु जी। हरे ओम कृष्ण। नमो भगवते वासुदेवाय तयो संवदतो सूदा प्रवृत्ता हिमलाकदा आबो गंगा इवाग्निर्हरे पादाम्बुजाश्रया। हरे कृष्ण। हरे कृष्ण माताजी। राजी माताजी चलिए करो। हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय तयो संवदतो सोदा प्रवृत्ता हिमलाकथाः आपो गंगा इवाग्निर् हरे पादाम्बुजाश्रयाः। मीरा माताजी हरे कृष्ण। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय तयो संवाददो सूदा प्रवृत्ता ह्यमलाकथाः आबो गंगा इवाग्निर्हरे पादाम्बुजाश्रयाः। हरे कृष्ण प्रभु जी। ഹരേ കൃഷ്ണ. ഓക്കെ, മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. വിതുരനും മൈത്രേയനും തമ്മിൽ നടത്തിയ സംഭാഷണത്തെ പറ്റി ശൗനകൻ അന്വേഷിച്ചു. ഭഗവാന്റെ നിഷ്കളങ്കമായ ലീലകളുടെ ധാരാളം വിവരണങ്ങൾ. അത്തരം വർണ്ണനകൾ ശ്രവിക്കുന്നത് ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ്. അത് ഒരുവന് എല്ലാവിധ പാപങ്ങളുടെയും പ്രത്യാഘാതങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ ജയ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് പ്രവഹിക്കുന്നതിനാൽ ഗംഗയിലെ ജലം പരിശുദ്ധമാണ്. പരമോന്നതനായ ഭഗവാന്റെ ഭക്തത്തിൽ നിന്നും പറയപ്പെട്ടതിനാൽ ഭഗവത്ഗീതയും ഗംഗാജലം പോലെ പരിശുദ്ധമാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലീലകളുടെ ഏത് വിഷയവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഏത് വിശേഷണങ്ങളും. ഭഗവാൻ ആത്യന്തികനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ സ്വേദവും അദ്ദേഹത്തിന്റെ ലീലകളും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഗംഗാജലവും ഭഗവാന്റെ ലീലകളുടെ വർണ്ണനകളും അദ്ദേഹത്താൽ പറയപ്പെട്ട വാക്കുകളുമെല്ലാം ആത്യന്തിക വിധാനത്തിലാണ്. അതിനാൽ അവയിൽ ഏതിൽ ശരണം പ്രാപിക്കുന്നതും ഒരേപോലെ നല്ലതാണ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട എന്തും അതീന്ദ്രിയ വിധാനത്തിലായിരിക്കുമെന്ന് ശ്രീല രൂപഗോസ്വാമി പ്രാമാണികമായി പ്രസ്താവിച്ചു. നമുക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും കൃഷ്ണനോട് ബന്ധപ്പെടുത്തി സുദൃഢമായി സംയോജിപ്പിക്കുവാൻ കഴിഞ്ഞാൽ പിന്നീട് നാം ഭൗതിക വിധാനത്തിൽ കഴിയേണ്ടതില്ല. നേരെ മറിച്ച് നാം സദാ ആധ്യാത്മിക വിധാനത്തിലായിരിക്കും.
श्रील प्रभुपाद की जय। ओम नमो भगवते वासुदेवाय। ताना कीर्तय भद्रं ते कीर्तन्योदार कर्मणः रसज्ञा को नु तृप्येदा हरिलीलामृतं पिबन्। ताना कीर्तय भद्रं ते कीर्तन्योदार कर्मणः रसज्ञा को नु तृप्येदा हरिलीलामृतं पिबन्। മറ്റുള്ളവർക്ക് ചൊല്ലാം. അനിതകുമാരി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞാകോനു നൃപേദ ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശോഭ മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താനാ കീർത്തയേ ഭദ്രം തേ കീർത്തന്യ ഉദാര കർമ്മണഃ രസജ്ഞാ കോനു തൃപ്യേദേ ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദ്ധാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേതാ ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാരദാജി നമ്പൂതിരി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞാ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലുക. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞാ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഡോക്ടർ വിജയകുമാരി അമ്മ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞാ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗീതാ ടി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ഗോപാല മാതാജി ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലുക. നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുപ്രഭ മാതാജി ചൊല്ലുക. മാതാജി ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. പ്രതിഭ മാതാജി ഹരേ കൃഷ്ണ. മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തനോദാര കർമ്മണഃ രസജ്ഞാ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി.
ഗീതാഭരത മാതാജി ഹരേ കൃഷ്ണ മാതാജി വെരി ഗുഡ് അഡ്മിറ്റ് ചെയ്തു. ഗീതാ മാതാജി ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. വെരി ഗുഡ്. കുറച്ചൊന്ന് മോഡലിലേക്ക് പിക്ചർ. ഓക്കെ. മുകളിലേക്ക് ആക്കണ ആ കാണുന്നുണ്ടോ? ഇപ്പൊ വലുതാക്കണോ? വേണ്ട, അതൊന്ന് ആ പിക്ചറിന്റെ അവിടെ വന്ന് ഭഗവാന്റെ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ആ ഓക്കെ ഓക്കെ. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തനുദ്ധാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേത ഹരിലീലാമൃതം വിവൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ സാർ മാതാജി ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തേയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേതാം ഹരിലീലാമൃതം വിപൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ശോഭാ പ്രദീപ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുനിത ജയരാജ് മാതാജി ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാര കർമ്മണഃ രസജ്ഞ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ ജയ്. ഓ സൂത ഗോസ്വാമി, അങ്ങേക്കെല്ലാ സൗഭാഗ്യങ്ങളും ദയവായി ഭഗവാന്റെ മഹിമാർഹവുമായ കർമ്മങ്ങൾ വർണ്ണിച്ചാലും ഭഗവാന്റെ അമൃതതുല്യമായ ലീലകളുടെ ശ്രവണത്താൽ ഏതു തരത്തിലുള്ള ഭക്തനാണ് സംതൃപ്തനാകാൻ കഴിയുക? ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ ജയ്. സദാ അതീന്ദ്രിയ വിധാനത്തിൽ മാത്രം നടക്കുന്ന ഭഗവാന്റെ ലീലകളുടെ വർണ്ണന അതീവ ബഹുമാനത്തോടെ വേണം ഭക്തന്മാർ സ്വീകരിക്കുവാൻ. യഥാർത്ഥത്തിൽ അതീന്ദ്രിയ തലത്തിലുള്ളവർക്ക് ഭഗവാന്റെ ലീലകൾ എത്ര അനുസ്യൂതം ശ്രവിച്ചാലും മതി വരില്ല. ഉദാഹരണത്തിന്, സ്വയം സാക്ഷാത്കൃതനായി കഴിഞ്ഞ ഒരാത്മാവിന് ഭഗവത്ഗീത എത്ര ആവർത്തി വായിച്ചാലും പൂർണ്ണ സംതൃപ്തി കൈവരില്ല. ഭഗവത്ഗീതയിലെയും ശ്രീമദ് ഭാഗവത്തിലെയും വിവരണങ്ങൾ ആയിരം ആവർത്തി വായിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇന്നും അതിലെ വിഷയങ്ങൾ, നവീന ദർശനങ്ങൾ ഭക്തനെ രുചിക്കും. ശ്രീല പ്രഭുപാദ കി ജയ്. ഏഴാമത്തെയും കൂടി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവമുഗ്ര ശ്രവാപൃഷ്ടാ ഋഷിഭിർനൈമിഷായനൈ ഭഗവദ്യർപ്പിതാധ്യാത്മാ സ്ഥാനാഃ ശ്രൂയതാമിതി. ഏവമുഗ്ര ശ്രവാപൃഷ്ടാ ഋഷിഭിർനൈമിഷായനൈ ഭഗവദ്യർപ്പിതാധ്യാത്മാ സ്ഥാനാഃ ശ്രൂയതാമിതി. നൈമിഷാരണ്യത്തിലെ മഹാമുനികൾ സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രോമഹർഷന്റെ പുത്രനായ എപ്പോഴും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ മുഴുകിക്കഴിയുന്ന സൂത ഗോസ്വാമി പറഞ്ഞു, ഞാൻ ഇനി പറയുന്നത് ദയവായി കേൾക്കുക. പ്രഭുപാദ കി ജയ്.
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദ്രേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗുരുവേഗരചന്ദ്രായ രാധികായ തഥാ ഹരേ കൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായ श्रील प्रभुपाद की जय गुरुराज के निताय गौर प्रेमानंदी हरे हरे कृष्ण നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വിതരര് തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ കുറിച്ച് പോയതിനെ കുറിച്ച് പറയുകയുണ്ടായി അല്ലെ. പ്രഭുപാദര് നമ്മോട് പറയുകയുണ്ടായി തീർത്ഥസ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൃന്ദാവനം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും പോകുന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ചും പറഞ്ഞു അല്ലെ. അവിടെ നിന്ന് സാധുക്കളിൽ നിന്നും സന്യാസി വര്യന്മാരിൽ നിന്നും യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണ്, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളെ കുറിച്ച് കേൾക്കുകയാണ് അല്ലെ. അഞ്ചാമത്തെ ശ്ലോകം പറയുന്നു, വിതുരനും മൈത്രേയനും തമ്മിൽ നടത്തിയ സംഭാഷണത്തെ പറ്റി ശൗനകൻ അന്വേഷിച്ചു ഭഗവാന്റെ നിഷ്കളങ്കമായ ലീലകളുടെ ധാരാളം വിവരണങ്ങളുണ്ട്. അത്തരം വർണ്ണനങ്ങൾ ശ്രമിക്കുന്നത് ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ്. അതൊരുവിനെ എല്ലാവിധ പാപങ്ങളുടെയും പ്രത്യാഘാതങ്ങളും സാധിക്കും. ഇപ്പോ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അല്ലെ. ഭഗവാന്റെ ഗ്രന്ഥരൂപത്തിലുള്ള അവതാരമാണ് ശ്രീമദ് ഭാഗവതം. അതിൽ ഓരോരോ സ്കന്ധങ്ങളും ഭഗവാന്റെ ഓരോരോ അംഗങ്ങളാണ്. ഒന്നും രണ്ടും ഭഗവാന്റെ പാദങ്ങളും അങ്ങനെ തുടങ്ങി ദശമസ്കന്ധം ഭഗവാന്റെ തിരുമുഖവും. ഓ അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത്ഗീത അതും പത്മപുരാണത്തിൽ പറയുന്നു ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയും അല്ലെ. ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? ഭഗവാന്റെ പാദത്തിൽ അല്ലെ. നമ്മള് ഭഗവത്ഗീതയുടെ മഹാത്മ്യം പഠിക്കുമ്പോൾ പഠിക്കുകയുണ്ടായി അല്ലെ. ഗംഗാജലം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി. അതുപോലെ തന്നെ ഭഗവത്ഗീത ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അത് നമ്മളെ ശുദ്ധീകരിക്കുകയും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള വഴിയും അതിലൂടെ നമുക്ക് പറഞ്ഞു അല്ലെ. ഭഗവാന്റെ ഉപദേശങ്ങൾ 5000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ മുന്നേ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ അല്ലെ. ഈ അതീന്ദ്രിയ ജ്ഞാനം വിവസ്വാൻ എന്ന സൂര്യദേവനെ ഞാൻ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അതേ അതീന്ദ്രിയ ജ്ഞാനം തന്നെയാണ് വീണ്ടും പിന്നീട് രാജഋഷി പരമ്പര അറ്റുപോയതും അല്ലെ. പിന്നീട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനിലൂടെ അത് നമുക്ക് വീണ്ടും തിരിച്ചു നൽകിച്ചു അല്ലെ. നമുക്കറിയാം നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചത് അല്ലെ. അർജുനന് വേണ്ടിയിട്ട് അർജുനന് അവിടെ ഒരു ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് അവിടെ ഒരു വിഷാദവാനാക്കി നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ നിത്യലീലയിലുള്ള സഖിയാണ്, വിശാഖ സഖിയാണ് അർജുനൻ എന്ന് പറയുന്നത്. അർജുനൻ അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്കൊക്കെ ഭഗവത്ഗീത നൽകാനായിട്ട് നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾ നൽകാനായിട്ട് അങ്ങനെ ഭഗവാൻ ഒരു നിമിത്തമാക്കി അർജുനൻ. ഇപ്പൊ ഗംഗ പോലെ തന്നെ ഗംഗയെക്കാളും പ്രാധാന്യമാണ് ശ്രീമദ് ഭഗവത്ഗീത.
അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സത്കഥകൾ വിവരിക്കുന്ന ശ്രീമദ് ഭാഗവതം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അവസാന ശ്ലോകത്തിൽ പറയുകയുണ്ടായി. 19-ാം അധ്യായം അല്ലെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. സൂതഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അതായത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കും എന്നുള്ള കാര്യം അല്ലെ. ഭൗതിക ലോകത്തിലുള്ള ബദ്ധജീവാത്മാക്കൾക്കൊക്കെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവാനായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ അവതരിച്ചിട്ടുള്ളത്. അവസാന ശ്ലോകമായിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ച 38-ാമത്തെ ശ്ലോകം കഴിഞ്ഞ അധ്യായത്തിൽ ഏതൻ പുണ്യമമലം പവിത്രം ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുധിശൗര്യവർദ്ധനം നാരായണാന്തേ ഗതിരംഗ ശൃണ്വതാം. പരമ വിശുദ്ധമായ ഭഗവത് ലീലകളുടെ ശ്രവണം ഒരുവന് അസാധാരണ യോഗ്യതകൾ, സമ്പത്ത്, യശസ്, ദീർഘായുസ്, അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നത് എന്തും ലഭ്യമാകും. യുദ്ധരംഗത്ത് അത് ഒരുവന്റെ കർമ്മം ചെയ്യാനുള്ള അവയവങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കും. ഓ പ്രിയ ശൗനക, ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അത് ശ്രദ്ധിക്കുന്നവൻ ഭഗവാന്റെ പരമോന്നത ഭവനത്തിലേക്ക് മാറ്റപ്പെടും അല്ലെ. സൂതഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അതിന്റെ മുന്നേറ്റ ശ്ലോകത്തിലും നമ്മൾ പഠിച്ചു ഹിരണ്യാക്ഷനെ വധിക്കുന്ന ആ ലീലകൾ അല്ലെ. വരാഹമൂർത്തിയുടെ ലീലകൾ ആരാണോ കേൾക്കുന്നത് അവരെല്ലാ പാപപ്രവൃത്തികളിൽ നിന്നും തൽക്ഷണം മോചനം നേടുമെന്നും ഒരു ബ്രാഹ്മണനെ വധിച്ചതിന്റെ പാപത്തിൽ നിന്ന് മുക്തരാവുകയും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ യോഗ്യരാവുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം അത്രയും പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രഭുപാദർ പറയുന്നു, ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പ്രവഹിക്കുന്ന ഗംഗയിലെ ജലം പരിശുദ്ധമാണ്. പരമോന്നതനായ ഭഗവാന്റെ ഭക്തത്തിൽ നിന്നും പറയപ്പെടുന്നതിനാൽ ഭഗവത്ഗീതയും ഗംഗാജലം പോലെ പരിശുദ്ധമാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലീലകളുടെ ഏത് വിഷയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഏത് വിശേഷം. ഭഗവാൻ ആത്യന്തികനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ സേതവും അദ്ദേഹത്തിന്റെ ലീലകളും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഗംഗാജലവും ഭഗവാന്റെ ലീലകളുടെ വർണ്ണനകളും അദ്ദേഹത്താൽ പറയപ്പെട്ട വാക്കുകളും എല്ലാം ആത്യന്തിക വിധാനത്തിന് അതിനാൽ അവയിൽ ഏതിൽ ശരണം പ്രാപിക്കുന്നതും ഒരേപോലെ നല്ലതാണ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട എന്തും അതീന്ദ്രിയ വിധാനത്തിലായിരിക്കും. പ്രാമാണികമായി നമുക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും കൃഷ്ണനോട് ബന്ധപ്പെടുത്തി സ്വതന്ത്രമായി സംയോജിപ്പിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ നാം ഭൗതിക വിധാനത്തിൽ കഴിയേണ്ടതില്ല. നേരെ മറിച്ച് നാം സദാ ആധ്യാത്മിക വിധാനത്തിലായിരിക്കും. ഇപ്പൊ ശ്രീമദ് ഭാഗവതം മുഴുവനായിട്ടും അല്ലെ, നേരത്തെ പറഞ്ഞു എല്ലാം ഭഗവാന്റെ ഭക്തന്മാരും അല്ലെ ഭഗവാനും തമ്മിലുള്ള ലീലകളും അത് ഭഗവാന്റെ ലീലകളും അതീവ പ്രാധാന്യമുള്ളവരാണ്, മഹത്തരമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാനും തമ്മിലുള്ള ലീലകളും അല്ലെ ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതീന്ദ്രിയമായിട്ടുള്ളതാണ്. ഉപഗോസ്വാമി പറയുന്നു ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അത് ഈ ഭൗതിക വിധാനത്തിലുള്ള അല്ലെ. ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ നമുക്കറിയാം, അത് ഇവിടെയുള്ള മന്ത്രമല്ല. ഗോലോകേര പ്രേമതൻ ഹരിനാമ സങ്കീർത്തനം ഗോലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവാൻ ഇവിടുന്ന് ലീലകൾ അവസാനിപ്പിച്ച് പോയതിനു ശേഷം ഭഗവാൻ തന്നെയാണ് ഗ്രന്ഥരൂപത്തിൽ ഇവിടെ ശ്രീമദ് ഭാഗവതമായിട്ട് അവതരിച്ചത്. അപ്പൊ അത് എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതും ഭഗവത്ഗീതയും. ആറാമത്തെ ശ്ലോകം പറയുന്നു, ഓ സൂതഗോസ്വാമി, അങ്ങേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദയവായി ഭഗവാന്റെ മഹാമനസ്കവും മഹിമാർഹവുമായ കർമ്മങ്ങൾ വർണ്ണിച്ചാൽ ഭഗവാന്റെ അമൃതതുല്യമായ ലീലകളുടെ ശ്രവണത്താൽ ഏത് തരത്തിലുള്ള ഭക്തനാണ് സംതൃപ്തനാകാൻ കഴിയാതിരിക്കുക. ഭഗവാന്റെ സത്കഥകള് കേൾക്കുന്ന ഒരാൾക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും രതി ഉണ്ടാവില്ല, അതിലൊന്നും ആഗ്രഹം ഉണ്ടാവില്ല എന്ന് ശ്രീമദ് ഭാഗവതം.
പ്രഭുപാദർ പറയുന്നു, സദാ അതീന്ദ്രിയ വിധാനത്തിൽ മാത്രം നടക്കുന്ന ഭഗവാന്റെ ലീലകളുടെ വർണ്ണന അതീവ ബഹുമാനത്തോടെ വേണം ഭക്തന്മാർ സ്വീകരിക്കുവാൻ. യഥാർത്ഥത്തിൽ അതീന്ദ്രിയ തലത്തിലുള്ളവർക്ക് ഭഗവാന്റെ ലീലകൾ എത്ര അനുസൃതം ശ്രവിച്ചാലും മതി വരില്ല. ഭഗവാന്റെ ലീലകൾ പറഞ്ഞ് ഭഗവാൻ ഓരോരോ ലീലകൾക്കായി അല്ലെ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നു. നമ്മൾ പറഞ്ഞു ഏത് രൂപത്തിലുള്ള അവതാരം എടുത്താലും അതെല്ലാം അതീന്ദ്രിയമായിട്ടുള്ളതാണ്, അതെല്ലാം സച്ചിദാനന്ദമായി അല്ലെ. എന്ത് ജീവിയുടെ രൂപത്തിലായാലും അത് സാധാരണ നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന പോലെ ജീവികൾ നേരത്തെ വരാഹമായിട്ട് വന്നു സാധാരണ ഭൗതിക ലോകത്ത് കാണുന്ന പോലുള്ള അതുകൊണ്ട് തന്നെ എല്ലാം അതീന്ദ്രിയമായിട്ടുള്ളത് ഒരിക്കലും നമ്മൾ ഭൗതികമായിട്ടുള്ള തലത്തിൽ വരുന്നതാണെന്ന് കരുതരുത് അല്ലെ. നേരത്തെ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചു, മൂഢന്മാരാണ് അങ്ങനെ കരുതുന്നത് അല്ലെ. അവജാനന്തി മാമൂഢ മാനുഷം തന്നെ. ഭഗവാൻ മനുഷ്യന്റെ രൂപത്തിലും അവതരിക്കുന്നു അല്ലെ. അപ്പോഴും മൂഢന്മാരായിട്ടുള്ള വ്യക്തികള് ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കരുതുന്നു. അപ്പൊ അത് മൂഢന്മാരുടെ പ്രവൃത്തിയാണ്. ഭഗവാന്റെ ഏത് രൂപമായാലും അതെല്ലാം അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലീലകൾ കേട്ടാലും മതി വരില്ല എന്ന് പറഞ്ഞു. പ്രഭുപാദരുടെ പറഞ്ഞു, ഉദാഹരണത്തിന് സ്വയം സാക്ഷാത്കൃതനായി കഴിഞ്ഞ ഒരാത്മാവിന് ഭഗവത്ഗീത എത്ര ആവർത്തി വായിച്ചാലും പൂർണ്ണ സംതൃപ്തി കൈവരിക. ഭഗവത്ഗീതയിലെയും ശ്രീമദ് ഭാഗവത്തിലെയും വിവരണങ്ങൾ 1000 ആവർത്തി വായിക്കപ്പെട്ടുള്ളതാണെങ്കിലും ഇന്നും അതിലെ വിഷയങ്ങൾ നവീന ദർശനങ്ങൾ ഭക്തരെയും ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും നമ്മൾ ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങൾ പോലും അതിനും ഉപരിയായിട്ടുണ്ട് പലതും. അത് ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിച്ചു. സനാതന ഗോസ്വാമിയുടെ ബൃഹത് ഭാഗവതാമൃതം, അതിലൊക്കെ ഭാഗവതത്തിലുള്ള ഇവിടെ വിവരിച്ചിട്ടുള്ളതിലും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിരിക്കുന്നു. അതുപോലെ ഗോസ്വാമിമാരുടെയും മറ്റുള്ള ഗ്രന്ഥങ്ങളിലെയും അങ്ങനെ ഭാഗവതത്തിനെയും ഭഗവത്ഗീതയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചു. അത് ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ ഭാഗവതത്തിലായാലും ഭഗവത്ഗീതയിലും പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെപ്പോഴും എന്താ പറയാ പുതുമയോട് തന്നെ നിലനിൽക്കും അല്ലെ. ഭഗവാൻ എപ്പോഴും പുതുമയുള്ളതാണ് അല്ലെ. അദ്വൈതം അച്യുതമനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം. ഭഗവാൻ ആദി പുരുഷനാണ്, ഇപ്പോഴും നവയൗവനം. ഭഗവാനെ എവിടെയെങ്കിലും പ്രായമായി എല്ലാം ജരാനരകളൊക്കെ ബാധിച്ച് കാണാൻ പറ്റില്ല അല്ലെ. ഇന്ന് ഭഗവാനാണെന്ന് പറഞ്ഞു നടക്കുന്നത് ധാരാളം ആൾക്കാരൊക്കെ അല്ലെ. അവർക്ക് ജരാനരകൾ വരുന്നു, ഹോസ്പിറ്റലാവുന്നു അല്ലെ, അവർക്ക് രോഗങ്ങൾ വരുന്നു. എന്നാൽ ഭഗവാന്റേത് സച്ചിദാനന്ദമയമായിട്ടുള്ള സ്വരൂപമാണ് അല്ലെ. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം, സച്ചിത് ആനന്ദനാണ്. ഭഗവാന്റെ ശരീരവും അതീന്ദ്രിയമായിട്ടുള്ള അത് നവയൗവനമാണ്, ഇപ്പോഴും നവയൗവനമാണ്. ഭഗവാൻ ഇവിടുന്ന് ലീലകള് തീർത്തു പോകുന്ന അവസരത്തില് 125 വയസ്സാണ് പ്രായം. എന്നാൽ അപ്പോഴും നവയൗവനമായി 16 വയസ്സ് പ്രായം ആ ഒരു യൗവനത്തിനാണ്. അതുപോലെ തന്നെയാണ് ഭഗവാനെ സംബന്ധിക്കുന്ന ശാസ്ത്രങ്ങളും അതെപ്പോഴും നവ യൗവനങ്ങളായിട്ട് തന്നെ എപ്പോഴും പുതുമയോടുകൂടി തന്നെ നിലനിൽക്കും. 5000-ലധികം വർഷങ്ങൾക്ക് മുന്നേ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഭഗവത്ഗീത. നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യും. ശ്രീമദ് ഭാഗവതും അതുപോലെ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്യും. വേറെ ഒരു ഗ്രന്ഥങ്ങളും നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കില്ല. അതൊക്കെ കുറച്ചു കാലം ഈ ഭൗതിക ലോകത്തിലുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ഭഗവാനെ സംബന്ധിക്കാത്ത ഗ്രന്ഥങ്ങൾ അല്ലെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ചു കാലം ആൾക്കാർ അതൊക്കെ വായിക്കും, ഉടനെ തന്നെ അതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഇത് അതീന്ദ്രിയമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞു. അത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിന്റെ പുതുമ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്തിട്ടില്ല.
എത്ര കേട്ടാലും പൂർണ്ണ സംതൃപ്തി കൈവരില്ല എന്ന് നമ്മുടെ സത്സംഗത്തിൽ തന്നെ ഉണ്ട് കുറെ പേര്. ഭഗവത്ഗീതയുടെ 18 ദിവസത്തെ ക്ലാസ്സിന്റെ 1ാമത്തെ ബാച്ച് മുതൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ പറയുന്നുണ്ട് അല്ലെ. ഇപ്പോഴും എത്ര ബാച്ചായി? 44 ബാച്ച് അല്ലെ. കയ്യുയർത്താൻ പറഞ്ഞ കുറെ പേരുണ്ടാവും അല്ലെ. ഒരാൾ ഈ പേരെടുത്തിട്ട് പറയുന്നില്ല. അപ്പൊ അവർക്ക് അത് കേട്ടാലും മതി വരുന്നില്ല. അവർക്കറിയാം ആ കാര്യങ്ങളൊക്കെ. എന്നാലും ഓരോ തവണയും അവർ കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ശാസ്ത്രങ്ങൾ പറയുന്ന, ആചാര്യന്മാർ പറയുന്നു, നമ്മൾ ഓരോ തവണയും ഭഗവാന്റെ സത്കഥകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതായി. നമ്മളിത് കുറെ പ്രാവശ്യം കേട്ടിട്ടുള്ള മതി, ഇനി ഇതൊന്നും കേൾക്കണ്ട എന്നല്ല. ഓരോ തവണ നമ്മൾ കേൾക്കുമ്പോഴും ഓരോ തവണ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഇല്ലാതായി തീരുമെന്ന് ശാസ്ത്രങ്ങൾ പറയും, ആചാര്യന്മാർ പറയും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അല്ലെ, മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണാൻ കുട്ടികളൊക്കെ ഫിലിമിനൊക്കെ പോകും അല്ലെ. അവർ ഒരു പ്രാവശ്യം കാണും, രണ്ടോ പ്രാവശ്യം കാണും, മതി ഇതൊക്കെ മതിയായി, എത്ര പ്രാവശ്യമായി കാണാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നീട് പോയി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭൗതിക ലോകത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്താലും അതിലൊക്കെ മടുപ്പ് വരും, മതിയാവും. എന്നാൽ ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എത്ര കേട്ടാലും മതി വരില്ല. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഇത്രയും വലുതായിട്ട്. പരീക്ഷിത്ത് മഹാരാജാവിന് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് കേൾക്കും തോറും കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. മറ്റുള്ള സ്കന്ധങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. 1ാം സ്കന്ധം 19 അധ്യായം, രണ്ടാം സ്കന്ധം 10-12 അധ്യായങ്ങൾ. അങ്ങനെ ഓരോരോ അധ്യായങ്ങൾ നോക്കിയാൽ എല്ലാം ചുരുക്കം ചെറിയ അധ്യായങ്ങളാണ്. എന്നാൽ നമുക്കറിയാം ദശമസ്കന്ധത്തിൽ 90ഓളം അധ്യായങ്ങൾ. ഇവിടെ ഇസ്കോണിന്റെ ഭാഗവതം 4 ബുക്സ് ആയിട്ടാണ് ദശമസ്കന്ധമുള്ളത്. 1ാം ഭാഗം, 2ാം ഭാഗം, 3ാം ഭാഗം, 4ാം ഭാഗം. അതെന്തുകൊണ്ടാണ് ഇത്രയും വലുതായത്? ഭഗവാന്റെ സത്കഥകൾ കൂടുതൽ അറിയാനായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് ശുകദേവ ഗോസ്വാമി പറയാനായിട്ട് കൂടുതൽ ആനന്ദമുണ്ടായി. അങ്ങനെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ സത്കഥകൾ കേട്ടാൽ ഒരു ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും തൃപ്തി വരില്ല എന്നത്. അപ്പൊ അത് അവർക്ക് എപ്പോഴും ആനന്ദത്തിൽ നൽകുന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു 5 കാര്യങ്ങളാണ് ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെ അൺമ്യൂട്ട് ചെയ്യില്ല. 5 കാര്യങ്ങൾ ചൈതന്യ മഹാപ്രഭു പറയുകയുണ്ടായി. രണ്ട് ദിവസം മുന്നത്തെ ക്ലാസ്സിലായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നത്? പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമില്ല. ഭക്തന് സേവനം ചെയ്യുക, ആ പിന്നെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, വിഗ്രഹ ആരാധന നടത്തുക, എന്താണ് വൃന്ദാവനം പോലെയുള്ള തീർത്ഥ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുക. എത്ര എണ്ണായി മാതാജി? 4 എണ്ണായി. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, കാര്യമായി എന്തോ വിട്ടുപോയി. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാ, ഒന്നുകൂടി പറഞ്ഞു നോക്കിയാ. ഹരേ കൃഷ്ണ പ്രഭുജി, ഭാഗവതപാരായണം. പ്രധാനപ്പെട്ട അത് വിട്ടുപോയി. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് പഞ്ചാംഗ ഭക്തി 5 കാര്യങ്ങളാണ്. സാധുസംഗ നാമ കീർത്തൻ, ഭാഗവത ശ്രവണ, മധുരവാസ ശ്രീമൂർത്തിര ശ്രദ്ധയ സേവന. സാധുസംഗ നാമ കീർത്തൻ, ഭാഗവത ശ്രവണ, മധുരവാസ ശ്രീമൂർത്തിര ശ്രദ്ധയ സേവന. ഭക്തന്മാരുമായുള്ള സംഘം, തിരുനാമ കീർത്തനം, ശ്രീമദ് ഭാഗവത ശ്രവണം, ശ്രീമൂർത്തിയെ ശ്രദ്ധാപൂർവം ആരാധിക്കൽ, മധുരവാസം തുടങ്ങിയവ ചെയ്യേണ്ടതാണ് എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഇതിന്റെ അടുത്ത ശ്ലോകത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, സകല സാധന ശ്രേഷ്ഠ ഈ പഞ്ചാംഗ, കൃഷ്ണ പ്രേമ ജന്മായ പഞ്ചര അല്പസംഗ. ഭക്തിയുത സേവനത്തിന്റെ ഈ 5 അംഗങ്ങൾ എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമത്രേ. ഈ 5ന്റെ ചെറിയ നിർവഹണം പോലും കൃഷ്ണപ്രേമം ഉണർത്തുന്നു. ഇതിന്റെ ഒരു ചെറിയ ഭാവാർത്ഥം ഉണ്ട്, അതുകൂടി നമുക്ക് വായിച്ചിട്ട് പോവാം. പ്രഭുപാദിൽ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഭാവാർത്ഥം? എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കാർത്തിക മാസത്തിലെ വിശേഷാൽ വ്രത അനുഷ്ഠാനങ്ങൾ വരെ
35 ഇനങ്ങളുണ്ടെന്ന് ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ ചൂണ്ടിക്കാട്ടുന്നു. ഈ 35 ഇനങ്ങളുടെ കൂടെ വേറെ 4 ഇനങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിലകം ചാർത്തുക, ഭഗവാന്റെ നാമങ്ങൾ ശരീരത്തിൽ എല്ലായിടത്തും എഴുതുക, അർച്ചാമൂർത്തിയുടെ പുഷ്പഹാരം സ്വീകരിക്കുക, ചരണാമൃതം സ്വീകരിക്കുക. ഈ 4 ഇനങ്ങളും കവിരാജ് ഗോസ്വാമി അർച്ചന അഥവാ വിഗ്രഹാരാധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ഈ 4 ഇനങ്ങളും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും ഇവ മുമ്പ് പറഞ്ഞ 35 ഇനങ്ങളിൽ ചേർക്കേണ്ടതാണ്. ഇപ്രകാരം ആകെ 39 ഇനങ്ങളാകും. ഈ 39ന്റെ കൂടെ വേറെ 5 ഇനങ്ങൾ കൂടി ചേർക്കണം. ഭക്തസംഘം, ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം, നിരന്തര ഭാഗവത പാരായണം, കൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലെ വാസം, അത്യന്തം ബഹുമാനാദരങ്ങളോടുകൂടി വിഗ്രഹാരാധന. 39 ഇനങ്ങളുടെ കൂടെ ഈ 5 കൂടി ചേർക്കുമ്പോൾ 44 മുമ്പത്തെ 20 ഇനങ്ങൾ കൂടി ഇവയുടെ കൂടെ ചേർത്താൽ ആകെ 64 മുകളിൽ പറഞ്ഞ 5 ഇനങ്ങൾ മുമ്പ് പ്രതിപാദിച്ച ഇനങ്ങളെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീരൂപ ഗോസ്വാമി പറയുന്നു, അങ്കാനാം പഞ്ചഗസ്യാസ്യ പൂർവവിലിഗതസ്യ ജ നിഖില ശ്രേഷ്ഠ ബോധായ പുനർ അഭി അത്ര ശംസനം. ഈ 5 ഇനങ്ങളെ പ്രകീർത്തിക്കുന്നത് സാധുസംഘം, നാമകീർത്തനം തുടങ്ങിയവ ഭക്തിത സേവനത്തിലെ ഇവയുടെ പരമോത്കൃഷ്ട അറിയിക്കുവാനാണ്. ഭക്തിത സേവനത്തിന്റെ 64 ഇനങ്ങൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്രകാരം ഈ 64 ഇനങ്ങൾ ഒരുവനെ എല്ലാ പ്രകാരത്തിലും ഭക്തിത സേവനത്തിൽ വ്യാപൃതനാക്കുന്നു. 64 ഇനങ്ങളിൽ 5 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു അല്ലെ. അതേ അധ്യായത്തിൽ തന്നെ വേറൊരു ശ്ലോകത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതാർത്ഥാനാം ആസ്വാദോ രസികേ സഹ സജാതിയാശയേ സ്നിഗ്ധോ സാധോ സംഘാസ്വദൈവരേ. പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസത്തിൽ ശ്രീമദ് ഭാഗവത്തിന്റെ അർത്ഥം ആസ്വദിക്കുകയും തന്നെക്കാൾ പുരോഗതി ആർജിച്ചവരും ഭഗവാനിൽ സമാന രീതിയിലുള്ള പ്രേമം ആർജിച്ചവരുമായ ഭക്തന്മാരോട് സംസർഗം പുലർത്തുകയും വേണം. ഇപ്പൊ ശ്രീമദ് ഭാഗവതം കേൾക്കലും പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടെ പറയുന്നു അല്ലെ. 5 കാര്യങ്ങൾ പഞ്ചാംഗ ഭക്തിയില് സാധുസംഘ, നാമകീർത്തൻ, ഭാഗവത ശ്രവണം, ശ്രീമൂർത്തി ആരാധന, മധുരാവാസ് അല്ലെ. അപ്പൊ ഇത് 5 ചെയ്യാനായിട്ട് പ്രഭുപാദർ പറയുന്നത് അല്ലെ. അതില് മധുരാവാസം നമുക്ക് സാധിക്കില്ല, എന്നാൽ ശ്രീമൂർത്തി ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തന്നെയാണ് വൃന്ദാവനം. അത് നമ്മുടെ എന്താ പറയാ കോൺഷ്യസ്നസ് ആണ്. ആ വൃന്ദാവനത്തിന്റെ ആ ഒരു ഭാവം നമ്മളുടെ വരുത്തുക എന്ന് പറഞ്ഞു. എല്ലാം ഭഗവാൻ എവിടെയുണ്ടോ നമ്മൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വൃന്ദാവനമാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭക്തിയിൽ പുരോഗമിക്കാമെന്ന് പറയും. അപ്പൊ അതില് നാമം ജപിക്കലും ഭാഗവത ശ്രവണവും വൈഷ്ണവ സേവയും ശ്രീമൂർത്തി വിഗ്രഹത്തെ അല്ലെ ഭക്തി ആദരങ്ങളോടെ ആരാധിക്കുവാനായിട്ടും പറയും. അതുപോലെ തന്നെ ഭഗവാന്റെ ധാമില് തീർത്ഥസ്ഥലങ്ങളിൽ വസിക്കുവാൻ. 7ാമത്തെ ശ്ലോകം പറയുന്നു, നൈമിഷാരണ്യത്തിലെ മഹാമുനികൾ സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ രോമഹർഷന്റെ പുത്രനായ എപ്പോഴും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ മുഴുകി കഴിയുന്ന സൂത ഗോസ്വാമി പറഞ്ഞു, ഞാൻ ഇനി പറയുന്നത് ദയവായി കേൾക്കുക. അപ്പോ ശൗനകൻ മുതലായിട്ടുള്ള ഋഷിമാരൊക്കെ ഭഗവാനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടു അല്ലെ. ഇനിയും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുമ്പോൾ നേരത്തെ വിതുരൻ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും കേൾക്കുകയുണ്ടായി അല്ലെ. വിതുരരെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, വിതുരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ ഇനി ഭഗവാന്റെ കൂടുതൽ ലീലകളെ കുറിച്ചിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞു തരാനായിട്ട് പറയുന്നു. അങ്ങനെ സൂത ഗോസ്വാമി അവര് കേൾക്കാനായിട്ട് തയ്യാറല്ലേ അല്ലെ. അത്യുത്സാഹത്തോടെ ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ട് അവരൊക്കെ തയ്യാറാണ്. ഇവിടെ രോമഹർഷസുതനായിട്ടുള്ള രോമഹർഷനായിരുന്നു അവിടെ യോഗ്യതയില്ലാതെ കയറിയിരുന്നത് അല്ലെ. സാക്ഷാൽ ആദിഗുരുവായിട്ടുള്ള ബലരാമൻ വന്നപ്പോഴേ മറ്റെല്ലാവരും ബഹുമാനിച്ചപ്പോഴേ രോമഹർഷൻ ബഹുമാനിച്ചില്ല അല്ലെ.
ഗുരുനിന്ദ, വൈഷ്ണവ നിന്ദ, ഭഗവാനെ നിന്ദിച്ചു. അപ്പൊ അതിന് ശിഷ്യയായിട്ട് ഭഗവാൻ ഒരു പുൽക്കടി എടുത്തിട്ട് രോമഹർഷനെ വധിക്കുകയും സൂതഗോസ്വാമിയെ ആ സ്ഥാനത്ത് ഇരുത്തുകയും സൂതഗോസ്വാമിയോട് ഭാഗവത പാരായണം ചെയ്യാനായിട്ട് പറയും. അല്ലെ? അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ഭക്തന്മാർക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകി. അവരെ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രായമായി, അല്ലെ? കലിയുഗത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷം മതി. അപ്പൊ ഈ സാധുക്കളൊക്കെ അനേകം വർഷങ്ങള് ഭക്തി സേവനങ്ങൾ, അവരൊക്കെ പ്രായമായിട്ടുള്ളവരാണ്. സന്യാസം ഒരു 70 വയസ്സൊക്കെ ആകുമ്പോഴാണെന്ന് പറയും. അപ്പൊ സന്യാസിമാരും ഋഷിമാരൊക്കെ അതിന് മുകളിൽ വയസ്സുള്ളവരൊക്കെ ആയി. അപ്പൊ അവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഞാൻ പ്രദാനം ചെയ്യുന്നു എന്നുള്ള വരവ് കിട്ടി. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ശൗനകൻ മുതലായിട്ടുള്ള ഋഷിമാര് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നുണ്ടായി. അപ്പൊ നമുക്ക് അതുപോലെ വരമൊന്നും കിട്ടിയില്ല, അല്ലെ? പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം ഉണ്ടായിരുന്നു. 7 ദിവസം ശ്രീമദ് ഭാഗവതം കേൾക്കല്ലേ. നമുക്ക് 7 ദിവസം പോയിട്ട് 7 മിനിറ്റ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും നിത്യവും ശ്രീമദ് ഭാഗവതം കേൾക്കും, അല്ലെ? അപ്പോഴാണോ ഈ ശരീരം ഉപേക്ഷിച്ചു പോകുന്നത്, അതുവരെയെങ്കിലും ശ്രീമദ് ഭാഗവതം കേൾക്കും, അല്ലെ? ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നു, അല്ലെ? നേരത്തെ പറയുന്നു, തീർച്ചയായിട്ടും അവർക്കെല്ലാം ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. ഓക്കെ, അപ്പൊ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ശ്രീമദ് ഭാഗവതം ജയ ശ്രീ പ്രഭുപാദ് കി ജയ, ഗുരു മഹാരാജ് ജയ്, പ്രേമാനന്ദേ ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ഭഗവത്ഗീത 18 ദിവസത്തെ ക്ലാസ്സിൽ നേരത്തെ തുടക്കത്തിൽ മുതലുള്ള കുറെ ആൾക്കാരുണ്ട്, അല്ലെ? ആരൊക്കെ ആയിരുന്നു? അവരൊന്നുകൂടി നമുക്ക് ഓർമ്മ പുതുക്കാൻ കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? കൈ ഇറക്കട്ടെ. ആദ്യം മുതലേ ശാരദ ശിവപാസന ദേവിദാസ് മാതാജിക്ക് ഇപ്പൊ ദീക്ഷയൊക്കെ കിട്ടി, അല്ലെ? ശാരദ നായർ മാതാജി ആയിരുന്നു അപ്പോഴും മുതലേ. വിജയനാണ് മാതാജി, സാവിത്രി കൃപേശ്വരി മാതാജി, ആ മാതാജിക്കും ദീക്ഷ കിട്ടി. മാതാജി ആദ്യം എന്തായിരുന്നു? പഴയ പേരൊക്കെ മറന്നു സാരല്ല, പഴയ പേര് വേണ്ട. ഓക്കെ, പിന്നെ വത്സല ഷാജ് മാതാജി, സിന്ധു മാതാജി, പല ആൾക്കാരും അടികൊണ്ട് കൈ ഉയർത്താനിട്ട് കുറെ ആൾക്കാരുണ്ട്. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാനും കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യം മുതലേ ഇല്ല. ആദ്യം തന്നെ കുറച്ചൊരു 5-10 ആയാലും കുഴപ്പമില്ല. ഇപ്പൊ 44 ബാച്ച് കഴിഞ്ഞല്ലേ, 45ാമത്തെ ബാച്ച് അങ്ങനെ. അപ്പൊ 45 മാസമായി. 45 മാസം എന്ന് പറയുമ്പോ 3.5 വർഷം കഴിഞ്ഞ് 4 വർഷം ആകാറായി. അപ്പോ ഇത്രയും അതെ, എല്ലാ മാസത്തിലും ഭഗവാന്റെ തിരുമുഖത്ത് നടന്നിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത കേൾക്കുന്നില്ല. അപ്പൊ അത് എത്ര കേട്ടാലും നമുക്ക് മതി വരുന്നില്ല. അത് പറയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടാന്ന് പറയാനല്ല, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ. ഇത്ര കേട്ടിട്ടും ഇത്രയും നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, അല്ലെ? അതുപോലെ തന്നെ ഭഗവത്ഗീത ഇത് 18 ദിവസത്തെ കാര്യം പറഞ്ഞത്, അല്ലെ? അതുകൂടാതെ 2nd ലെവൽ, 3rd ലെവൽ, 4th ലെവൽ, അതുപോലെ തന്നെ ഭക്തിശാസ്ത്രി, അല്ലെ? എല്ലാവരിലും ഈ ഭഗവത്ഗീത തന്നെ ചർച്ച ചെയ്തു, അല്ലെ? അപ്പൊ അതിലൊക്കെ എല്ലാവരും ഭക്തന്മാരൊക്കെ നല്ല സന്തോഷത്തോടെ പങ്കെടുക്കുന്നു, അല്ലെ? അവരൊക്കെ അത് ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു ഭഗവാന്റെ ആ തിരുമുഖത്തു നിന്നുള്ള വാക്കുകൾ, അല്ലെ? ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും വേറെ വേറെയാണെന്ന് തോന്നുന്നു പ്രഭുജി അർത്ഥം. കുറെ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് അത് വെളിപ്പെടുത്തി തരും. നമ്മുടെ ആത്മാർത്ഥമായിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നു. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ അറിയാം ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ശ്രീമദ് ഭാഗവതം കൊണ്ട് ജീവിതം പുലർത്തണം, ഇതൊരു ബിസിനസ് പോലെ നടത്തുന്നവർക്ക് ഭഗവാൻ കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുക്കില്ല. നമ്മൾ എത്രയോ സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നു, അല്ലെ? ആരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ചിട്ടൊന്നും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ശ്രീമദ് ഭാഗവതം 11ാം സ്കന്ധത്തിൽ നമ്മൾ പഠിച്ചു, അല്ലെ? ഭഗവാന്റെ ഗുപ്തമായിട്ടുള്ള അവതാരമാണ് കൃഷ്ണവർണം ദിശാകൃഷ്ണം സാങ്കോപാംഗാസ്ത്രഭാഷത്വം എന്നെ സങ്കീർത്തന പ്രായ ചിന്തിക്ക് സുമേധസ. അവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ കുറെ
ഗുപ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശ്രീമദ് അപ്പൊ അത് നമ്മള് കൂടുതൽ ആത്മാർത്ഥമായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, ഭഗവാനെ അറിയാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകൾ അറിയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി തരുന്നതാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾ സാധാരണ ബുക്ക് പഠിക്കുന്ന പോലെ പഠിച്ചാൽ ഒരിക്കലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന്. ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം. ഭഗവാൻ നമ്മുടെ ഉദ്ദേശം ഭഗവാന് മനസ്സിലാവും. ഇത് അതുകൊണ്ടാണ് അങ്ങനെ ബിസിനസ് ആയിട്ട് നടത്തുന്നവർക്ക് കൂടുതലായിട്ട് അവർ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറയും, ഇവിടെ നടക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, അല്ലാതെ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ ഡീപ്പായിട്ട് അവർ പോകും. അതുകൊണ്ടാണ് അത് ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല അവർ കൂടുതലായിട്ട് അങ്ങനെ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം ആചാര്യന്മാർ പറയുന്നു, ശാസ്ത്രങ്ങൾ പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ, ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ ഭഗവാന്റെ സത്കഥകൾ കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നുള്ളത് അല്ലെ. ഇപ്പൊ കുറെ നല്ല കാര്യമാണ്. ഇപ്പൊ പുതിയൊരു ചാൻഡിങ്ങിനൊക്കെ ആയിട്ട് അപ്പൊ അതില് കുറെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. അവരുമൊക്കെ ഭാഗവതം ക്ലാസ് ഒക്കെ പറ്റുമെന്നാണ്, സമയം കിട്ടുന്നതാണെങ്കിൽ അവരും ഒക്കെ ജോയിൻ ചെയ്തോട്ടു കേട്ടോ. അപ്പൊ അത് അവര് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഒക്കെ അതിലൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. അത് അപ്പൊ അവരൊക്കെ കേൾക്കാൻ സമയമുള്ളവരൊക്കെ കേട്ടോട്ട് ശ്ലോകം ചൊല്ലിക്കോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ശ്രീമദ് ഭാഗവതം വളരെ പ്രധാനപ്പെട്ടതാണെന്ന്, അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമവും അതുപോലെ തന്നെ വൈഷ്ണവ സേവയും ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, സാധുസംഘം. അപ്പൊ ഈ 5 കാര്യങ്ങൾ അനുസരിച്ച് ഇതിന് മഹാപ്രഭുക്കളെ, അതുപോലെ തന്നെ ശ്രീമൂർത്തിയെ ആരാധിക്കലും, അതുപോലെ തന്നെ ഭഗവാന്റെ താമര വളരെ പ്രധാനപ്പെട്ട. കുറെ ആൾക്കാരുണ്ട്, അവന് എല്ലാവരും കുറച്ചാളെ വീർ വായിച്ച അല്ലെ, ബാക്കി എല്ലാവരും വിചാരിച്ചു. അനിതകുമാരി മാതാജി, തങ്കമണി മാതാജി, ഭാരതിയമ്മ മാതാജി, സ്വർണപ്രഭ മാതാജി, കുറെ ആൾക്കാരുണ്ട്. മിനി മാതാജി, രേണു മാതാജി, അവരൊക്കെ കുറെ ആയി. പിന്നെ ശ്രീജാവിജി മാതാജി, അങ്ങനെ കുറെ ആൾക്കാർ സത്സംഗത്തിൽ കുറെ ആൾക്കാർ തുടക്കത്തിലേ ഇല്ലെങ്കിലും പിന്നീടും ജോയിൻ ചെയ്ത് ഇപ്പോഴും അവര് ഭഗവത്ഗീത ക്ലാസ് ഒക്കെ പഠിക്കുന്നു അല്ലെ. ഭക്തിശാസ്ത്രിയിലായാലും ഭഗവത്ഗീതയിലും പഠിക്കുന്നു. അപ്പൊ അതൊക്കെ ഭഗവാനെ സംബന്ധിച്ചുള്ളതായത് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മടുപ്പുള്ള വാക്കില്ല. ഹരേ കൃഷ്ണ. ചന്ദ്രായ ശ്രീമദ് ഭാഗവതം ഹരേ കൃഷ്ണ. ഇതിനടുത്ത ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കയ്യെത്താം. എല്ലാവർക്കും നന്ദി. വാഞ്ചകൽപതരൂപശ കൃപാ സിന്ധുഭ്യേവച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകൂടി വൈഷ്ണവന്തിലെ ശിവപ്രഭുപാദ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.